ഗൈസ്, എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇത്രയും നാൾ കാത്തിരുന്നത് IPL ഫൈനൽ കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഫൈനലില് ഞാൻ കുറച്ചു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് സ്ഫോടനാത്മകമായ ബാറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് സൺറൈസേഴ്സിൽ നിന്നും കാണാൻ പോകുന്നത്. ടോസ് വീണോണ്ടെന്ന് സൺറൈസേഴ്സ് ബാറ്റിംഗ് എടുക്കുമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതേപോലെ തന്നെ ബാറ്റിംഗ് എടുക്കുകയും അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടെ തന്നെ ഓപ്പണിംഗ് ഇറങ്ങുകയും ചെയ്തു. അപ്പോഴും നമ്മൾ ഉറപ്പിച്ച് ഫൈനൽ ആയതുകൊണ്ട് ഒരു 250 മേളില് റെക്കോർഡ് അടിയൊക്കെ അടിക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് കാണാനിരുന്ന നമ്മൾ കണ്ടത് മഴയത്ത് കുളിച്ചിറങ്ങിയ കാക്കകളായിരുന്നു. ഓരോന്നായിട്ട് പൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് ആ അവസ്ഥ വളരെ സങ്കടം. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മുടെ കൊൽക്കത്തയുടെ നമ്മളുടെ മെന്ററായിട്ട് വന്ന ഗംഭീറിന്റെ 3ാമത്തെ കപ്പാണിത്. നമ്മുടെ അഭിഷേക് ശർമ്മ ആദ്യത്തെ ഓവറിൽ തന്നെ നമ്മുടെ മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞിട്ട് 5 ബോളിൽ വെറും 2 റൺസാണ് നമ്മുടെ അഭിഷേക് ശർമ്മ. ട്രാവിസ് ഹെഡിന്റെ കാര്യം കഴിഞ്ഞ മുമ്പത്തെ കളിയിൽ നമ്മുടെ കൊൽക്കത്തയിലെ മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞിട്ടതുപോലെ തന്നെ നമ്മുടെ ഗുർബ്രാസിന് ക്യാച്ച് നൽകി വരുൺ അറോറ അവനിക്ക് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ട് കൊടുത്തു. പിന്നെ രാഹുൽ ത്രിപാഠി 13 ബോളിൽ 9 റൺസാണ് അടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മാർക്രം 23 ബോളിൽ 20 റൺസ്. കുമാർ റെഡ്ഡി 10 ബോളിൽ 13 റൺസാണ്, ഒരു 6 ഇറങ്ങിയതാണ്. പിന്നെ നമ്മുടെ ക്ലാസനെ ഭയങ്കര പ്രതീക്ഷ എടുത്തു. ഇത്രയും 77 റൺസിൽ 7 വിക്കറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസും നമ്മുടെ ക്ലാസനും കൂടെ നിന്ന് ഒരു 130-140 ഒക്കെ അടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെ വളരെ സങ്കടമായി 112 ഒതുക്കി കളഞ്ഞു. ക്ലാസ്സിലും അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ കളിയിലൊക്കെ തോക്കാൻ വേണ്ടി നിന്നിട്ട് 50 റൺസൊക്കെ അടിച്ച് നല്ലതുപോലെ കളിച്ചായിരുന്നു. ക്ലാസ്സിൽ 17 ബോളിൽ 16 റൺസ് അടിച്ചുള്ളൂ. നമ്മുടെ ഷഹബാസ് അഹമ്മദ് 7 ബോളിൽ 8 റൺസ്. അതേപോലെ തന്നെ സമദ് 4 ബോളിൽ 4 റൺസാണ് അടിച്ചത്. നമ്മുടെ ക്യാപ്റ്റനിലോട്ട് നോക്കാം. ക്യാപ്റ്റൻ കുറേയൊക്കെ പൊരുതി നോക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ പോലുള്ള ഒരു കളിയിൽ നമുക്കറിയാം പാറ്റ് കമിൻസിന്റെ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. പാറ്റ് കമിൻസ് കുറേയൊക്കെ നോക്കി. പാറ്റ് കമിൻസ് ഇതിനിടയ്ക്ക് മിച്ചൽ സ്റ്റാർക്കിന് ഒരു ക്യാച്ച് നൽകി, സ്റ്റാർക്ക് ആ ക്യാച്ച് ഊരി. അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രെ റസലിനും ഒരു ക്യാച്ച് കൊടുത്ത് അത് തെന്നിപ്പോയി ബൗണ്ടറിയിൽ അടിച്ച് അത് 6 ആകുകയും ചെയ്തു. അപ്പൊ നമ്മള് പാറ്റ് കമിൻസ് ഒരു 6 അടിക്കും. അപ്പൊ നമ്മൾ ഇന്ന് സൺറൈസേഴ്സിന്റെ ചിയർ ഗേൾസിന് റെസ്റ്റ് ആയിരുന്നു. ബൗണ്ടറികൾ കുറവായിരുന്നുകൊണ്ട് അവർക്ക് ഡാൻസ് ആണെന്നൊന്നും വന്നില്ല, റെസ്റ്റ് ആയിരുന്നു. പാറ്റ് കമിൻസ് അടിച്ചത് 19 ബോളിൽ 24 റൺസ് എടുത്ത്. നമ്മുടെ ഉനാക്കട്ട് 11 ബോളിൽ 4 റൺസ്. ഭുവനേഷ് കുമാർ 1 ബോളില്. അപ്പോഴത്തേക്കും പാറ്റ് കമിൻസ് നമുക്ക് ക്യാച്ച് നൽകിയ ഏറെ പ്രതീക്ഷകളൊക്കെ തന്നിട്ട് പാറ്റ് കമിൻസ് ഔട്ടായി. അതോടെ 112 നമ്മുടെ SRHന്റെ കാര്യം ഹുദാഹബ. അപ്പൊ നമ്മുടെ കൊൽക്കത്തയുടെ ബോളിംഗ് നിരയിലോട്ട് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്ക് 3 ഓവറിൽ പിന്നെ 3 ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്തി 14 റൺസ്. നമ്മുടെ കൊൽക്കത്തയുടെ ഇന്നത്തെ അടിപൊളി സൂപ്പർ ബോളിംഗ് നിരയായിരുന്നു. അതുപോലെ ബാറ്റിംഗ് നിരയിലോട്ട് വരുമ്പോൾ തന്നെ ബാറ്റിംഗ് കണ്ടല്ലോ വേറെ ലെവലായിരുന്നു. അതായത് നമ്മുടെ വെങ്കടേഷ് അയ്യരൊക്കെ ഇങ്ങനെ വിട്ടേക്കുമായിരുന്നു. പോയി അടിച്ചോ എന്നോടുള്ളതുകൊണ്ട് വരുന്നവനെ പോകുന്നതും ഭുവനേഷ് കുമാറിനെയും നടരാജനെയും ഒക്കെ പല മുന്നേലും അടിച്ചുകൊണ്ടായിരുന്നു. അപ്പം മിച്ചൽ സ്റ്റാർക്ക് 3 ഓവറിൽ 2 വിക്കറ്റ്. അതേപോലെ തന്നെ അരോറ 3 ഓവറിൽ 1 വിക്കറ്റ്. അതേപോലെ തന്നെ റാണ 4 ഓവറിൽ 2 വിക്കറ്റ്. സുനിൽ നാരായൺ 4 ഓവറുകളുണ്ട് 1 വിക്കറ്റ്. ആൻഡ്രെ റസൽ നമ്മുടെ ബാറ്റ്സ്മാനുമാണ്, കിഡിൽ ബോളറുമാണ്, അതേപോലെ തന്നെ ഇബേറ്റ് ഫീൽഡറുമാണ്. റസൽ പറഞ്ഞത് 2 ഓവറും 3 ബോളും കൊണ്ട് 3 വിക്കറ്റ് വീഴ്ത്തി. അപ്പോഴത്തേക്കും കളിയൊക്കെ ഒരു ഇതായി. നമ്മുടെ വരുൺ ചക്രവർത്തി 2 ഓവർ 9 റൺസ് 1 വിക്കറ്റ്. പറയാൻ വാക്കുകളില്ല. KKRന്റെ ഇന്നത്തെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്നു. ടോസ് വീണ് ബാറ്റിംഗ് എടുത്ത്. പക്ഷേ ബാറ്റിംഗിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആ വെടിക്കെട്ട് അടി ഞാൻ വിചാരിച്ചത് 100 റൺസ് പോലും എടുക്കത്തില്ലെന്നാണ് വിചാരിച്ച. അതേപോലെയായിരുന്നു, പേശകനായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പെട്ടപ്പെട്ടെന്നും പറഞ്ഞു. നമ്മൾ മാലപ്പടക്കം കൊടുത്തതുപോലെ നമുക്ക് പെട്ടപ്പെടപ്പെടപ്പെടമെന്നും പറഞ്ഞ് പൊട്ടുമെന്ന് വിചാരിച്ചിട്ട് പെട്ടപ്പെടപ്പെടമെന്നും പറഞ്ഞ് താഴത്തോട്ട് വിക്കറ്റ് പോലെയാണ് നമ്മൾ കണ്ടത്. അപ്പം അവരുടെ ബോളിംഗ് ഒക്കെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് KKRലോട്ട് വരാം. അവരുടെ നമുക്കറിയാം എന്തായാലും അവർ തിരിച്ചടിക്കുമെന്ന് നമുക്കറിയാം. വലിയ റൺസ് ഒന്നുമില്ല. 200, 250, 260 ഒക്കെ അടിക്കുന്ന KKRും സൺറൈസേഴ്സും ഒരു പിച്ചിൽ തന്നെയാണല്ലോ കളിച്ചത്. ഇവർക്ക് അടിക്കാമെങ്കിൽ പിന്നെ അവർക്ക് അടിച്ചാൽ എന്തായിരുന്നു? നമ്മൾ പറയുന്ന നടക്കുന്നു ടോസ് അടിച്ചു വെക്കാറ്. എന്തോ
ആ പിച്ചിന്റെ ഫസ്റ്റ് ബാറ്റ് എടുത്ത് പിച്ച് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. ആ ഫസ്റ്റ് ബോളറിനപ്പോ ആ പിച്ച് വെള്ളത്തിലായിരുന്നു. രണ്ടാമത് തന്ത്രപരമായിട്ട് പിച്ച് മാറ്റിയതാണെന്നൊക്കെ നാളത്തെ ന്യൂസിലൊക്കെ കാണാം. അപ്പൊ നമ്മുടെ ഗുർബാസ് 32 ബോളിൽ 39 റൺസ് അടിച്ച് അതിനകത്ത് 5 4ഉം 2 6ഉം. സുനിൽ നരേൻ ഫസ്റ്റ് ബോളിൽ പാറ്റ് കമിൻസിന് 6 അടിച്ചപ്പോ ഞാൻ ഓർത്ത് പൊന്നളിയ നരേൻ അടിച്ച് പൊളിക്കുമെന്ന് ഓർത്തപ്പോ ഞാൻ നമ്മുടെ പാറ്റ് കമിൻസ് രണ്ടാമത്തെ ബോളിൽ തന്നെ സുനിൽ നരേന് ക്യാച്ച് എടുത്ത് പറഞ്ഞു കേട്ടിട്ട് അത് കഴിഞ്ഞിട്ടായിരുന്നു വരാനിരുന്നത് വെങ്കിടേഷ് അയ്യർ. വേറെ ലെവലായിരുന്നു. 26 ബോളിൽ 52 റൺസ്. ഞാൻ ഓർത്തത് ഒരു 10-13 ബോളില് 50 അടിക്കാനാണ് ഓർത്തത് വെങ്കടേഷ് അയ്യർ. പിന്നെ സ്ലോയിലാണ് കളിച്ചത്. 4 4ഉം 3 6ഉം പെട്ടക്കം കളിയായിരുന്നു. അതുപോലെ നമ്മുടെ അത് കഴിഞ്ഞ ഉടനെ നമ്മളെ ഗുർബാസ് ഔട്ടായി. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രേയാസ് അയ്യർ നമ്മളിലേക്കൊക്കെ കളിയൊക്കെ ഒരു ഫിനിഷ് ആയി. പക്ഷെ നമ്മുടെ മുൻപ് ഹർദിക് പാണ്ഡ്യ നമ്മുടെ തിലക് വർമ്മ 50 അടിക്കാൻ വേണ്ടി 49 ബോൾ പുറത്തു കിടപ്പുണ്ട്. കുറെ സിംഗിൾ ഇട്ട് നമുക്ക് പയ്യനെ പുതുമുഖങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. 6 അടി ഹർദിക് പാണ്ഡ്യ ഷോ കാണിച്ചു. അപ്പൊ ഞാനിപ്പോ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുനിലിന്റെ ശ്രേയാസ് അയ്യർ വെങ്കടേഷ് അയ്യറിനെ കൊണ്ട് തന്നെ കളയിപ്പിക്കാൻ വേണ്ടി സിംഗിൾ ഇടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതേപോലെ ആ ഒരു മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ ഓർത്ത് ഇതേക്ക് അത്ര അടിച്ചോണ്ട് വന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ വന്നിട്ട് ഞാനാണ് ഫിനിഷ് ചെയ്യുന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ക്രെഡിറ്റ് ഫുള്ള് ശ്രേയാസ് അയ്യർ എടുക്കുമെന്ന് ഓർത്തു. ലാസ്റ്റ് വന്നിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഞാനാണ് ഫിനിഷ് അതൊന്നും കാണിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ വന്നത് സിംഗിൾ ഇട്ട് കൊടുത്ത് അവനെ കൊണ്ട് 50 അടിപ്പിച്ച് അത് കണക്കിന് സിംഗിൾ ഇട്ടിട്ട് നമ്മുടെ വെങ്കടേഷ് അയ്യറിനെ കൊണ്ട് തന്നെ കളയിപ്പിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മള് ഒരുപാട് കാത്തിരുന്നാണ് സൺറൈസേഴ്സ് അടിക്കുമെന്നാണ് ഓർത്തത്. ഞാൻ സത്യമായിട്ടും സൺറൈസേഴ്സ് കപ്പടിക്കുമെന്നാണ് ഓർത്തത്. കളി തുടങ്ങുന്നതിന് മുന്നേയുള്ള ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ടോസ് എടുക്കും, അടിച്ച് പൊളിക്കും, ഇടിവെട്ടെറിയായിരിക്കും, എല്ലാം വിചാരിച്ചു വന്നിട്ട് കാണാൻ കഴിഞ്ഞത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ KKR നമ്മുടെ IPL കിരീടത്തിൽ മുട്ടയിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മെന്ററായിട്ട് വന്നിട്ട് ഗംഭീറിന്റെ ആ ഒരു ഇതുണ്ടല്ലോ ഐഡിയയിലായിട്ടുള്ള നീക്കങ്ങൾ. കൊൽക്കത്തയുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഗൗതം ഗംഭീറിന്റെ തന്ത്രമാണ്. അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ ആ ഒരു ലെവലിലോട്ട് പോയി. ആകെ നമുക്ക് കൊൽക്കത്തയിൽ 2 വിക്കറ്റ് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ, സുനിൽ നരേന്റെയും ഗുർബ്രാസിന്റെയും. ബാക്കിയുള്ള പിന്നെയും ഒരു 2 വിക്കറ്റുകളും കുഴപ്പമില്ല. അടിക്കാൻ പിള്ളേർ പുറകെ നിൽക്കുക. റസൽ ഇപ്പോണ്ട്, നമ്മുടെ റിങ്കു സിംഗ് ഇപ്പോണ്ട്. അപ്പൊ അവിടെ വരെ ഒന്നും പോകത്തില്ല. ഞാൻ ഓർത്ത് വിക്കറ്റുകളും പോകണ്ടടിക്കുന്ന, പക്ഷെ വളരെ സങ്കടമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ എന്തായാലും IPL ട്രോഫി നമ്മുടെ ഷാറൂഖ് ഖാന്റെ ടീം കപ്പടിച്ചിരിക്കുകയാണ്. ചിലപ്പോ അവർക്കായിരിക്കും അർഹിച്ചത്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവർക്ക് തന്നെ കിട്ടിയത്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഉള്ള കളികളിലെല്ലാം കണ്ടിട്ടുള്ള സർച്ചിന്റെ ബാറ്റിംഗ് കരുത്തൊക്കെ അടിയോടടിയായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ക്ലാസ്സിൽ ആരെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റും, പക്ഷെ പരീക്ഷയിൽ വിജയിക്കുന്നവൻ ആരാണ്, അതാണ് ടോപ്പർ. ബാക്കിയുള്ള കളികളെല്ലാം 200, 180, 200, 250, 260 ഒക്കെ അടിച്ചിട്ട് ഫൈനൽ മത്സരത്തിൽ കൊണ്ടുവന്നിട്ട് കഷ്ടിച്ച് 100 അടിച്ചു. അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ആരാണ് വിജയിക്കുന്നത് അവനാണ് ടോപ്പർ. ക്ലാസ്സിൽ ആരെ കൊണ്ട് ഉത്തരം പറയാം, പുറകിൽ നിന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞത് ഞാൻ സർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. പക്ഷെ പരീക്ഷയിൽ വിജയിക്കുന്നവനാരാണ്, അവനാണ് ടോപ്പർ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ ആ ഒരു കരുത്ത് ഫൈനൽ മത്സരത്തിൽ കാണി ഒരു നിഷ്പ്രയാസം, ഒരു ടൈറ്റ് മത്സരം പോലും വന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനോർത്ത് തിരിച്ചെറിഞ്ഞെങ്കിലും പിടിക്കായിരുന്നു. ഫസ്റ്റ് ഓവർ അറിയാവുന്ന ഭുവനേഷ് കുമാർ തന്നെ പൊട്ടാസ് പൊട്ടിക്കായിരുന്നു, കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് പാറ്റ് കമിൻസ് ആ ഓവർ സെറ്റ് ചെയ്ത് ഒരു വിക്കറ്റ് എടുത്ത് എന്നാലും 2 പുറകെ. അത് കഴിഞ്ഞിട്ട് ഭുവനേഷ് കുമാർ അറിയാവുന്നപ്പം നല്ല തീപ്പൊരി ആയിരുന്നു. അതുപോലെ തന്നെ നടരാജന് നല്ല തലങ്ങിനും വിലങ്ങിനും കിട്ടി. അപ്പോഴത്തേക്കും ഒരുവിധം കാലം ജയിക്കാനുള്ള എത്തപ്പിലായി. അപ്പൊ ഷാറൂഖ് ഖാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടിരിക്കുന്നു, കണ്ണാടിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു അവരെ. അപ്പൊ ലാസ്റ്റ് ബോള് സിംഗിൾ അടിമാരെ ഓടിയപ്പോഴത്തേക്കും പെട്ടെന്ന് മാസ്ക് മാറ്റി റൈബാൻ ഗ്ലാസ് വെച്ചു. എനിക്ക് റൈബാൻ ഗ്ലാസ് ഒക്കെ എന്റെ ടീം ജയിച്ചത്. അതേപോലെ സൺറൈസേഴ്സിന്റെ ഓണറായ പെണ്ണിന്റെ പേര് എനിക്കറിയത്തില്ല. ആ പെണ്ണ് നിന്ന് ഭയങ്കരമായിട്ട് ഓണർ അവളിൽ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായത്. ഷാറൂഖ് ഖാൻ ഹാപ്പി ആയിട്ട് ഷാറൂഖ് ഖാന്റെ മോനൊക്കെ നിന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് അറിയിച്ചു തന്നെയായിരിക്കും, അതുകൊണ്ട് അവർക്ക് കിട്ടട്ടെ. ഇപ്പൊ എന്ത് പറയാൻ പറ്റും. നമുക്ക് അടുത്ത വർഷം നോക്കാം. സൺറൈസേഴ്സ് അല്ല, ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്ക് അടുത്ത വർഷം നോക്കാം. ഈ വർഷത്തെ കപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെ നോക്കിയിട്ടും കാര്യമില്ല. അപ്പം ചിലപ്പം RCB ഇവരെ കപ്പടിക്കാത്തോണ്ട് ചിലപ്പം കൊൽക്കത്ത കൊടുക്കുമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളിന്റെ അടുത്തവരൊക്കെ പറഞ്ഞു ചുമ്മാ കേട്ടാ, നമ്മള് ചുമ്മാ ഒരു ഇതുകൊണ്ട് പറഞ്ഞ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ആ വേൾഡ് കപ്പ് ആണ്, 2020 വേൾഡ് കപ്പ് ആണ്. ഇനി അതിന്റെ പുറകിലാണ്. ഇനി ഇത് കണക്ക് മിക്സഡ് ടീമൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുള്ള കരുത്തരായിട്ടുള്ള ഒരു ടീമുകളാണ് കളിക്കാൻ പോകുന്നത്. ഏതൊക്കെ ടീമാണ് ഇനി
പവർഫുൾ ടീമിൽ നമുക്ക് കണ്ടറിഞ്ഞു കാണാം. അപ്പൊ ഞാൻ വേൾഡ് കപ്പിന്റെ റിവ്യൂ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ IPL റിവ്യൂയോടെ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ KKR കപ്പടിച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം.